ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് നടൻ ഇന്ദ്രൻസ്. വസ്ത്രാലങ്കാരത്തിലൂടെയാണ് ഇന്ദ്രൻസ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും ഹാസ്യതാരമായി അഭിനയിക്കാൻ തുടങ്ങിയ ശേഷമാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടാൻ ആയത്. കരിയറിന്റെ വലിയൊരു ഭാഗവും കോമഡി വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഇന്ദ്രൻസ് ഇന്ന് വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. മലയാളത്തിലെ മുൻനിര താരങ്ങളോടൊപ്പമെല്ലാം അഭിനയിച്ച നടനാണ് ഇന്ദ്രൻസ്. പണ്ടെല്ലാം പല സിനിമകളുടെയും ക്ലൈമാക്സിൽ തന്നോട് നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഇന്ദ്രൻസ്. ആദ്യമെല്ലാം അത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് താൻ തന്നെ ക്ലൈമാക്സിന് മുൻപ് ലൊക്കേഷനിൽ നിന്ന് പോവുകയായിരുന്നുവെന്നും ഇന്ദ്രൻസ് പറഞ്ഞു. ഇന്ദ്രൻസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശരിയാണ്, ക്ലൈമാക്സ് സീനിൽ ഇന്ദ്രൻസ് നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിരുന്നു. പിന്നീടാണ് അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. അതുവരെ കോമാളി കളിച്ച് തലകുത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും മിക്കവാറും എന്റേത്. അങ്ങനെ ഒരു വളർച്ചയുമില്ലാത്ത കഥാപാത്രം ക്ലൈമാക്സ് സീനിൽ കയറി നിന്നാൽ അതിന്റെ ഗൗരവം നഷ്ടമാകും. അത് സിനിമയെ ബാധിക്കും. ഇത് മനസ്സിലായതോടെ ഞാൻ തന്നെ സംവിധായകരോട് പറഞ്ഞു തുടങ്ങി, സാർ, ഈ സീനിൽ ഞാൻ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന്. അങ്ങനെ സ്വയം അങ്ങ് ഒഴിവാകും. പിന്നെ ഞാൻ അതൊരു സൗകര്യമാക്കി. സാർ, ക്ലൈമാക്സ് സീനിൽ ഞാൻ ഇല്ലല്ലോ, എന്നാൽ പിന്നെ പെക്കോട്ടെ. സെറ്റിൽ നിന്നും 2 ദിവസം മുമ്പേ സ്ഥലം വിടാം. ഒന്നെങ്കിൽ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിലേക്ക്. രണ്ടായാലും സന്തോഷം. മാറ്റി ഇരുത്തലും ഇറക്കി വിടലൊന്നും എനിക്ക് പുത്തരിയല്ല. എന്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ പല സഹപാഠികളും പറഞ്ഞിട്ടുണ്ട്, സാറേ, ഈ സുരേന്ദ്രനെ എന്റെ അടുത്ത് ഇരുത്താൻ പാടില്ല, മാറ്റി ഇരുത്തണമെന്ന്. അന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സിനിമാ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.